ഒരു ഭവന നിർമ്മാണത്തിൽ തന്നെയാണ് നാം താങ്കളെ ക്ഷണിച്ചു വരുത്തിയത്. അങ്ങ് ഉദ്ദേശിക്കുന്ന ഭവനമല്ല ഞാൻ നിർമ്മിക്കേണ്ടത്. കർത്താവിന്റെ സ്മരണ നിലനിർത്താനുള്ള ഒരു പ്രാർത്ഥനാ മന്ദിരമാണ്. വിശ്വസിക്കില്ല, അവിശ്വസിക്കാൻ സമയമായില്ല. ഇദ്ദേഹം പറയുന്ന പരമാർത്ഥമെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ പിടിച്ചിട്ടും കരയ്ക്ക് വരാത്ത ആ തടി ഇദ്ദേഹം കൊണ്ടുവരട്ടെ. അങ്ങനെ കൊണ്ടുവരുന്ന പക്ഷം താങ്കൾ പണിയാൻ ഉദ്ദേശിക്കുന്ന ആലയം അതേ സ്ഥാനത്ത് നിന്ന് പണിയാൻ നാം കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇതിലും മനോഹരമായ ഭവനം നാം പണിതു തരും. എത്രയോ മനുഷ്യരുടെ അക്ഷീണ പരിശ്രമം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ആ മഹാത്മാവ് തനിയെ നിർവഹിച്ചിരിക്കുന്നു. ആ അമാനുഷിക വൈഭവം നാം അംഗീകരിക്കണം. ആ ആരാധ്യ പുരുഷന്റെ ആധ്യാത്മിക സാമീപ്യം അങ്ങക്ക് അഭിവൃദ്ധിക്കല്ലാതെ അഭിമാനക്ഷതത്തിന് ഇടപെടുത്തില്ലല്ലോ. രാജകൽപ്പന അനുസരിക്കേണ്ടവനല്ലേ ഞാൻ? പ്രിയേ, ഹവാൻ പറഞ്ഞതുപോലെ ദൈവപുത്രനായ കർത്താവ് ഈശോമിശിഹായുടെ പ്രിയ ശിഷ്യനാണ് തോമ എന്നതിൽ സംശയമേ ഇല്ല. നാം അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കണം. ക്രിസ്തുദേവന്റെ ഒരു ആലയം പണിതു വെക്കുന്നതിൽ റാണിയുടെ അഭിപ്രായം എന്താണ്? എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ ധന്യനായി. ക്രിസ്തുദേവന്റെ ചൈതന്യം ഈ ചോളരാജ്യത്തിന് അഭിവൃദ്ധി നൽകട്ടെ. നിന്നോട് ഞാൻ പാലവർത്തം പറഞ്ഞാണോ പോയത്? പിന്നെ എന്തിനു പോയി? നിനക്ക് ദാഹിക്കുമ്പോ പച്ചവെള്ളമല്ല പാൽപ്പായസത്തിനുള്ള ഏർപ്പാടിയിലൂടെ നീ വെള്ളം കുടിക്കാൻ പോയതോ അതോ തോമാരെ കാണാൻ പോയോ? എന്നിട്ട് ദാഹം മാറിയോ? നിനക്ക് വേണ്ടിയാണ് പാൽ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കുടിച്ചാൽ പോരായിരുന്നോ? അത് പിന്നെ ആര് കുടിക്കും? ഇത് കുടിക്കേ. ഇത് നിനക്കുള്ളതാണ്. ഇത്ര നികൃഷ്ടമായ ഒരു സംഭവം ഉണ്ടാകുമെന്ന് നാം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു ശ്രേഷ്ഠ, അങ്ങയുടെ പുത്രവിയോഗത്തിൽ നാമും പങ്കുചേരുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അങ്ങ് നമ്മെ സഹായിക്കണം. ഈ ക്രൂരകൃത്യം ചെയ്ത ആരായിരുന്നാലും അതിനുള്ള ശിക്ഷയും വലുതായിരിക്കും. അങ്ങേക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അവൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു തോമയുടെ വാസസ്ഥാനത്ത് പോയിരുന്നെന്നും അവിടുന്ന് വെള്ളം വാങ്ങി കുടിച്ചെന്നും. ആ തോമയാണ് എന്റെ മകന് വിഷം കൊടുത്തത്. പൂർണ്ണമായ ആലോചിച്ചതിന് ശേഷമാണോ ഈ പറയുന്നത്? അങ്ങ് ആ തോമയുടെ ശിഷ്യന്മാരെ വിളിച്ച് വിചാരണ ചെയ്യണം. ഓഹോ, തോമയുടെ ശിഷ്യന്മാരെ നമ്മുടെ മുന്നിൽ ഹാജരാക്കൂ. എന്റെ മകൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. കുടിക്കാൻ എന്തെങ്കിലും
അവന് കിട്ടാത്തതുകൊണ്ട്. ഇങ്ങനെയൊന്ന് തീർത്തു പറഞ്ഞാൽ സത്യം അങ്ങയുടെ പുത്രനോട് തന്നെ ചോദിച്ചറിയേണ്ടി വരും. മരിച്ചവനോട് ചോദിച്ചറിയാൻ പോവുകയാണോ? നടന്നത് തന്നെ. ആ ധൈര്യമാണല്ലോ ഈ കടുകെ ചെയ്യാൻ വരും. പുത്രനെ കൊന്നാൽ കഴിയില്ല, തോമയെ നിങ്ങളുടെ ധിക്കാരം കുറെ കൂടിപ്പോകുന്നു. അങ്ങയുടെ അങ്ങയുടെ പുത്രനെ എന്നെ കൊല്ലുന്നതിനായി വിഷം ചേർത്ത പാല് എന്നോട് കുടിക്കാൻ അച്ഛൻ പറഞ്ഞു. ഞാൻ അത് വാങ്ങി കുടിച്ചു. നഷ്ടപ്പെട്ടവരുടെ ജീവനെ തിരിച്ചു എനിക്ക് ഈ നശിച്ച ലോകത്ത് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. ഋതു നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ വധിച്ചവർക്ക് ശിശൂരാണ്. നിങ്ങളെ ദുർനാഥനായി പോയതിന്റെ എനിക്ക് ലജ്ജാകരമാണ്. ക്ഷമാപണം ആവശ്യപ്പെട്ടില്ല. ഏറ്റവും കൂടുതൽ ശിക്ഷ മരണദണ്ഡനയാണെങ്കിൽ പോലും എന്റെ ദുർനാഥനോട് തന്നെ മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇനി മേലിൽ എന്റെ അരമനയിൽ കണ്ടുപോകരുത്. ഒരിക്കലോ നടന്നു പോവുക. ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി അവിടെ നീ അപേക്ഷ സ്വീകരിക്കണം. ഇനിയും ഒരു രക്ഷാമാർഗം കണ്ടുപിടിക്കാൻ അബാധിക്കരുത്. ചിന്നമലയിൽ നിന്നും വലിയ മലയിലേക്കുള്ള ഒരു ഗൂഢമാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നെ ചൊല്ലി നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിരിക്കുക. ഏതൊരു പ്രതിസന്ധികളിലും പതറാതെ മുന്നോട്ട് പോകുവാനുള്ള ആത്മധൈര്യവും മനസ്സും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക. കർത്താവിന്റെ ഹൃദയവും കാര്യം